നമ്മുടെ കാരക്കാട് HEI മദ്രസയിലെ ഊർജ്ജസ്വലരായ പുതിയ കമ്മിറ്റിക്കാർ. മാഷാ അല്ലാ, എന്ത് മനോഹരമായിട്ടാണ് നമ്മുടെ മദ്രസ ഇതുപോലെ പുതുക്കി പണിതിക്കുന്നത്. അപ്പോൾ ഇവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട്, ഇവർക്ക് ഒരു താല്പര്യമില്ല ഇങ്ങനെ വീഡിയോയിൽ നിൽക്കാൻ. അപ്പോൾ നമ്മുടെ നിർബന്ധ പ്രകാരം നമ്മൾ വരാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരിങ്ങനെ വന്നിട്ടുള്ളത്. എന്തെങ്കിലും തീരുമാനിക്കുകയാണെങ്കിൽ ആദ്യം അവർ പൈസ അപ്പോൾ ഞങ്ങൾ ഡെയിലി വിരിക്കാൻ ഒരുങ്ങിയപ്പോൾ ഞാൻ കുറേ മടിച്ചു, പൈസ ഉണ്ടാകാൻ വെച്ചു. അപ്പോൾ അവരെന്താണ് 250 വക ഡെയിലി ഉണ്ടാവുക, 250 എന്ത് കുറെ വെറ്റി കമ്മിറ്റിക്കാരനെ എടുക്കാൻ തീരുമാനിച്ചാണ്. അങ്ങനെ എല്ലാത്തിനും ഊർജ്ജസ്വലരാണ് അവർ. നൂതന സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയ ഒരു സ്മാർട്ട് ക്ലാസ് റൂമായിട്ടുള്ള എല്ലാ ക്ലാസ് റൂമും സ്മാർട്ട് റൂമാണ്. അതിന്റെ ഭാഗമായിട്ട് CCTV ഒക്കെ ഉണ്ടല്ലേ. ആദ്യ നടപടി എന്നുള്ള നിലയ്ക്ക് ക്യാമറ വെക്കാറുള്ളത്, അത് ഞങ്ങൾ അല്ലാണ്ട് അനുഗ്രഹത്താലെ ഞങ്ങൾക്ക് സാധിച്ചു. അത് എല്ലാ ക്ലാസ് റൂമിലും പുറത്തും എല്ലാ ക്ലാസ് റൂമിലും ഞങ്ങൾ CCTV കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ടൈലിടാന്നുള്ളതായിരുന്നു, അത് ഞങ്ങള് നല്ല അന്തരീക്ഷത്തിൽ കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ട് നല്ല അന്തരീക്ഷം, അതാണ് കുട്ടികൾക്ക് ക്ലാസ്സിലേക്ക് വരാൻ തോന്നണം. വന്നു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ടിരുന്ന് പഠിക്കാനുള്ള ഒരു സംവിധാനം വേണം. അതിന്റെ ക്രെഡിറ്റ് കമ്മിറ്റിക്കാർക്കാണെങ്കിൽ കൂടി നാട്ടുകാരുടെ നല്ല പിന്തുണ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി നാട്ടുകാരുടെ ഇറങ്ങി ചെന്നപ്പോ പരിപൂർണ സമൂഹത്തോടു കൂടി. കാരണം ഇത് ചെറിയൊരു ഫണ്ടൊന്നും പോരെ എങ്ങനെ ആക്കി എടുക്കണമെങ്കിൽ വലിയൊരു എമൗണ്ട് ബാധ്യത നാട്ടുകാരൊക്കെ ഞങ്ങൾ കളക്ട് ചെയ്തതാണ്. അതിന് നാട്ടുകാരോട് എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക്. പിന്നെ കുറച്ച് ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ, ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പിന്നെ സഹായം കിട്ടുമോ, പിന്നെ ഉസ്താമാർക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഇതുപോലെ നവീകരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള സംശയങ്ങളുണ്ട്. അല്ല, അങ്ങനെ ഒരു സംശയവും വേണ്ട. ഇത് കംപ്ലീറ്റ് നമ്മുടെ നാട്ടുകാരും മദ്രസ കമ്മിറ്റിക്കാരും ചെയ്തിട്ടുള്ള പ്രവൃത്തി അല്ലാണ്ട് ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു